റെസിപ്പി മുരിങ്ങക്കായും കോളിഫ്ലവറും കൂടിയുള്ള കറിയാണ്. നമ്മൾ ഇതുപോലെ മുരിങ്ങക്ക ഒരുപാട് മൂത്ത് പോകാത്ത മുരിങ്ങക്ക എടുത്ത് തൊലിയൊക്കെ ഒന്ന് ചീകിയിട്ട് ചെറിയ പീസാക്കി നമുക്ക് വെക്കണം. ഒത്തിരി വലിയ പീസാകുമ്പോൾ നമുക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മൾ തീരെ ചെറിയ ചെറിയ പീസായിട്ടാണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഒരു പൊട്ടറ്റോയും കൂടി എടുത്തിട്ടുണ്ട്. ആ പൊട്ടറ്റോ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഈ കോളിഫ്ലവറിലും പൊട്ടറ്റോ ഒക്കെ മുരിങ്ങക്കാട് ടേസ്റ്റ് പിടിക്കുമ്പോൾ നല്ല കറിയായ ഈ കോളിഫ്ലവറിൻ്റെ കറി ഇഷ്ടമില്ലാത്തവർക്ക് നമ്മൾ ഈ മുരിങ്ങക്കായൊക്കെ ഇട്ട് വെക്കുവാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും. പിന്നെ അതിന് ഞാൻ ഇടാൻ വേണ്ടിയിട്ട് ഒരു 4 പച്ചമുളകാണ്. ഇത് നല്ലൊരു അത്യാവശ്യം എരിവുള്ള മുളകാണ്. നമ്മൾ മുളക് പൊടി ചേർക്കുന്നില്ല, അത് കാരണം 4 പച്ചമുളക് എടുത്തിരിക്കുന്നത്. ഒരു തക്കാളി ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സവോള നല്ലൊരു വലിയ സവോള തന്നെ ഞാനൊന്ന് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പില ഇടാം. മസാല അധികം മസാലയൊന്നും വേണ്ട. ഞാനിത് പെരുംജീരകമാണ്. ഇത് 1 സ്പൂണ് നമ്മൾ ഇടണം. ഒരു വലിയ സ്പൂണ് മല്ലിപ്പൊടിയും ചെറിയ സ്പൂണ് മഞ്ഞൾപ്പൊടി ഇടാം. നമുക്കൊരു കടായി ചൂടാക്കി ആദ്യം തന്നെ ഇതൊന്നും ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനൊരു കടായി ചൂടാക്കി ഞാനിപ്പോൾ ഇത് ഉണ്ട് 2 സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. കടുകിട്ട് പൊട്ടിയിട്ടുണ്ട്. നമുക്ക് ഇച്ചിരി പെരുംജീരകം ഇട്ട് കൊടുക്കാം. അത് എണ്ണയ്ക്കകത്തോട്ട് തന്നെ നമ്മൾ ഇടണം, എന്നാലും ആ ടേസ്റ്റ് പെരുംജീരകത്തിന് കിട്ടുള്ളൂ. നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക്, ഉള്ളിയും ടൊമാറ്റോ ഇതെല്ലാം കൂടെ ഒന്നിച്ചങ്ങ് വഴറ്റിയെടുക്കാം. നല്ലതുപോലെ വഴഞ്ഞു കഴിഞ്ഞിട്ട് വേണം നമ്മൾ മല്ലിപ്പൊടിയും മഞ്ഞളും ഒക്കെ ചേർക്കാൻ. പിന്നെ നമ്മൾ കോളിഫ്ലവർ ചേർക്കണം. ഉള്ളിയൊക്കെ നല്ലപോലെ ഒന്ന് വഴഞ്ഞിട്ടുണ്ട്. നമുക്കിപ്പോൾ ഒരു വലിയ സ്പൂണ് മല്ലിപ്പൊടി ചേർക്കാം. 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടിയും ചേർക്കാം. നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ചൊന്ന് ആദ്യം നമ്മുടെ ഈ മസാല ഒന്ന് തിളപ്പിക്കണം. നമ്മൾ ഒരുപാട് ചാറ് കറിയായിട്ടല്ല ഉണ്ടാക്കുന്നത്, ഒരു കുഴഞ്ഞ കറിയായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഈ ചപ്പാത്തിക്കും ഒക്കെ കഴിക്കാൻ വേണ്ടി നല്ലൊരു കറിയായിരിക്കും ഇത്. ഞാനിപ്പോൾ ഇതിനകത്തൊരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിക്കാം. നമുക്ക് ഈ പൊട്ടറ്റോയും കോളിഫ്ലവറൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ വെള്ളം ഒഴിക്കുന്നത്. ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന മുരിങ്ങക്കായും ഉരുളക്കിഴങ്ങും ഇതിൻ്റെ കൂടെ ചേർക്കുകയാണ്. ഈ കോളിഫ്ലവറും കൂടി ഇടാം. നമുക്ക് ഇതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും കൂടി ആവശ്യത്തിന് ഇപ്പോൾ ഇട്ട് കൊടുക്കാം. 1/2 ഗ്ലാസ് വെള്ളം കുറവാന്ന് തോന്നുന്നു. നമുക്ക് ഇത്തിരി വെള്ളം കൂടി ഒഴിക്കാം. നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്ത് നമ്മൾ ഈ പൊട്ടറ്റോ ഒക്കെ ഒന്ന് മുരിങ്ങക്കായൊക്കെ വെന്ത് വരാൻ വേണ്ടി ഒരു 5-8 മിനിറ്റ് എടുക്കും. ആ സമയം വരെ നമുക്കിത് ഒരു ലിഡ് വെച്ച് നല്ലതുപോലെ ഒന്ന് അടച്ച് വേവിക്കാം. നമുക്ക് കറി റെഡിയായോ എന്നൊന്ന് നോക്കാം. എന്നിട്ട് ഇപ്പോൾ ഈ പൊട്ടറ്റോയും മുരിങ്ങക്കായും ഒക്കെ നല്ലതുപോലെ വെന്ത് നല്ല റെഡിയായിരിക്കുകയാണ്. ഞാനിപ്പോൾ ഇച്ചിരി കുറച്ച് മല്ലിയിലയും കൂടി ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് ഒന്ന് ഇളക്കി നമുക്കിനി ഗ്യാസ് ഓഫാക്കാം. ഇതൊരു സെർവിങ് ഡിഷിലോട്ട് നമുക്ക് മാറ്റാം. ഇനി നമ്മുടെ മുരിങ്ങക്കായും കോളിഫ്ലവറും കൂടെയുള്ള കറി നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നിന്നും മുരിങ്ങക്ക പലതരത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. എന്തിനേലും കൂടെ നമ്മൾ മിക്സ് ആയിട്ടൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയൊരു കറിയായിരിക്കും. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം.